തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുസരണ എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പറ്റെ മാറിയിരിക്കുന്നു. നമ്മളുടെ കാലത്തുണ്ടായിരുന്ന അനുസരണയല്ല ഇന്നത്തെ അനുസരണം. പക്ഷേ പലപ്പോഴും രക്ഷിതാക്കൾ മാറിയിട്ടില്ല. അനുസരണയെ രക്ഷിതാക്കൾ എങ്ങനെ കാണണം ഇന്നത്തെ കാലത്ത്? അനുസരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഗതി അനുസരിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് കേട്ടാൽ പോരാ, അനുസരിക്കണം. നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ കേട്ടാൽ പോരാ, അനുസരിക്കണം. മകനും അത് കേട്ടാൽ പോരാ, അനുസരിക്കണം. അനുസരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹവും ബന്ധവും നിലനിർത്താൻ വളരെ ആവശ്യമാണ്. കുട്ടികളെ അനുസരിപ്പിക്കരുത്, അതാണ് വിഷയം. അനുസരണം എന്ന സ്വാഭാവികമായിട്ടൊരു കാര്യം ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് അത് അംഗീകരിക്കലാണ് ശരിക്കുള്ള അനുസരണം. മറ്റതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിർബന്ധപൂർവ്വമുള്ളൊരു അനുസരണം ഉണ്ടാവും. കാണുമ്പോൾ പിതാവിന് എൻ്റെ കുട്ടി എന്നെ അനുസരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവൻ എന്തൊക്കെയോ പീറുപീർത്തോണ്ടിരിക്കുന്നുണ്ടാവും. അത് ശരിക്കും മനസ്സിൽ എതിർത്തുകൊണ്ടായിരിക്കും അനുസരിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനൊന്നുണ്ടാവില്ല, അതിനൊരു ഒരു ആത്മാവ് ഉണ്ടാവില്ല. എന്താ പറയാ, അതിനൊരു ആത്മാവ് ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവില്ല. അങ്ങനെ പറയുള്ളൂ. അങ്ങനെ നിർബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം അനുസരിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ നമുക്ക് നേടാനും ഇല്ല. അവനിൽ പ്രത്യേകിച്ച് വളർച്ചയില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സീരിയസ് ആയി മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ല, അത്ര പ്രാധാന്യം അർഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാവും അങ്ങനെ പറഞ്ഞപ്പോൾ കേൾക്കാതിരുന്നതനുസരിക്കാൻ ഓനത് സില്ലി മാറ്ററായി തോന്നിയിട്ടുണ്ടാവും അവന്റെ ബുദ്ധിയിൽ. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അനുസരണക്കേട് എന്ന സംഗതി ഇല്ല. എന്നാലോ ധിക്കാരം പാടില്ല, അത് വേറൊരു കാര്യം. ധിക്കാരം വേറെ ഒന്നാണ്. അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾക്കാണ് പോയി വാങ്ങിക്കൂടെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ, നിങ്ങളൊരു മനുഷ്യനല്ലേ, ഞാൻ തന്നെ ഇത് കൊണ്ടുവന്നിരുന്നോ, അതൊക്കെ ധിക്കാര സ്വരമാണ്. അതൊരിക്കലും ഒരു മാതാവിനോട് പിതാവിനോട് കുട്ടി പറയാതിരിക്കാൻ നല്ല, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അത് അവരുടെ മനസ്സിന് വല്ലാത്ത ഷോക്ക് കേൾക്കും. പിന്നെ സ്വാഭാവികമായിട്ട് എന്തെല്ലാം ചാബല്യങ്ങൾ ഈ മാതാപിതാക്കൾക്കുണ്ടെങ്കിലും കുറേയൊക്കെ അവരെ കേൾക്കാനും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വളരുകയാണ് വേണ്ടത്. അവിടെയാണ് നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത വീക്ഷണം. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ചും കൂടെ ആലോചിക്കുമ്പോഴാണ് ഇവിടുത്തെ എല്ലാ കുറവുകളും അവിടെ പരിഹരിക്കുന്നു, ഇവിടുത്തെ എല്ലാ താഴ്ചകളും അവിടെ നമുക്ക് ഉയർച്ച നൽകും തോന്നുകയാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യം അല്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. അത് പറയുന്നത് കമ്പൽസറി അല്ല, പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ളൊരു അനുസരണമാണ് പറയുന്നത്. എന്നാൽ ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് അനുസരിക്കേണ്ട വേണം. അപ്പോൾ ഈ രണ്ട് അനുസരണത്തെ നമുക്ക് ഇങ്ങനെ പറയാം. എന്ത് കാര്യം പരസ്പരം കൂടി അങ്ങോട്ട് ആലോചിക്കുക, കൂടി ആലോചിച്ചാൽ എല്ലാ കാര്യം നടക്കും. അവൾ പറയാം നമുക്ക് നാളെ പോകണ്ട, മറ്റന്നാൾ പോവാം. അപ്പോൾ ഇയാൾ പറയണേ മറ്റന്നാൾ പോയിട്ട് ഇന്ന് പോകുന്നതിനേക്കാൾ മറ്റന്നാൾ പോയാൽ എന്താ ഗുണം? അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരും വരും അവിടെ. എന്നാൽ പിന്നെ ആ വീടും കൂടി സന്ദർശിച്ചിട്ട് അവിടെയും കൂടിയും കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോന്നാൽ അതും കൂടിയാണ് നടക്കൂലെന്ന് ചോദിക്കുമ്പോൾ കൈ കൊടുക്കാൻ കഴിയണം. അതൊന്നും പറ്റില്ല, ഞാൻ നാളെ തീരുമാനിച്ചാൽ നാളെ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അത് ധിക്കാരമായി, അനുസരിപ്പിക്കലായി.